ഗൈസ്, വെൽക്കം ടു ചിന്നൂസ് വ്ലോഗ്സ്. നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. മുംബൈയിലെ എൻ്റെ വേറൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അങ്ങനെ നേരത്തെ ഇറങ്ങി. ഞാനും ഏച്ചിയും വരുണാണ് ഇന്നുണ്ടായത്. ഏട്ടൻ ഇന്നുണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പോയത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലായ അടൽ സേതു വഴിയാണ്. ഒരുപാട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിനീല്, രാത്രിയായാലും രാവിലെ ആയാലും. എന്താ നല്ല കാഴ്ചകളാണ് അതിലേ കൂടി. അതുകൊണ്ട് എനിക്കതിൽ ഭയങ്കര ഇഷ്ടമാണ് അതിലേ കൂടി പോകാൻ. ഗതാഗതവും കുറവാണ്, സമയലാഭമാണ്. അങ്ങനെ നമ്മൾ നേരെ എത്തിയത് മാഹിംപള്ളിയിലാണ്. മാഹിംപള്ളിയിൽ മുംബൈ സിറ്റിയുടെ നടുക്കാണിത്. ഇവിടെ ബുധനാഴ്ചകളിലാണ് കൂടുതലും ആളുകൾ വരുന്നതെന്നാണ് കേട്ടെ. ബുധനാഴ്ചകളിൽ പ്രത്യേക പ്രാർത്ഥനകളും ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നുണ്ടായേ. നമ്മളെത്തിയതും ഒരു ബുധനാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കെല്ലാം ഉണ്ടായിനി. പിന്നെ ഉള്ളിലേക്കൊന്നും അധികം നമ്മൾ കയറി വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഉള്ളിൽ കയറി പ്രാർത്ഥിച്ചു. പിന്നെ അവരോട് ഇതിനെ പറ്റിയിട്ടെല്ലാം നമുക്ക് അറിയുന്നുണ്ടായിട്ടില്ല. അവരോട് ചോദിച്ച് മനസ്സിലാക്കി. പിന്നെ മെഴുകുതിരി വെച്ച് പ്രാർത്ഥിച്ചാൽ ആഗ്രഹം സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു തന്നത് അവർ. പിന്നെ നമ്മളും മെഴുകുതിരിയൊക്കെ വാങ്ങി അവിടെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഇതൊരുപാട് വർഷങ്ങൾക്ക് മുൻപില്ല പള്ളിയാണ് കേട്ടോ. പണ്ട് പോർച്ചുഗീസുകാരാണ് ഈ പള്ളി നിർമ്മിച്ചതെന്നാണ് ഗൂഗിൾ മാമൻ പറഞ്ഞു തന്നത്. നമ്മൾ പോയ സമയത്ത് അവിടെ പ്രാർത്ഥന തുടങ്ങുന്നതേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ നമ്മൾ നേരെ പോയത് മൗണ്ട് മേരിയിലേക്കാണ്. അവിടുന്ന് അത്ര ദൂരമൊന്നും ഉണ്ടായിട്ടില്ല, കുറച്ച് ദൂരമേ ഉണ്ടായിട്ടുള്ളൂ. മൗണ്ട് മേരി ഒരു ശാന്തമായ സ്ഥലം. ഒരു കുന്നിൻ്റെ മുകളിലാണ്, ഒരു കടപ്പുറത്തിന് ചേർന്നിട്ട് ഒരു കുന്നിൻ്റെ മുകളിലാണ്. അതിൻ്റെ മുകളിൽ നോക്കിയാൽ താഴേക്ക് നല്ല അടിപൊളി വ്യൂ ആണ്. എന്താ പറയുക, നല്ല കടൽ കാണാൻ പറ്റും. മാതാവിൻ്റെ ഒരു അത്ഭുതകരമായ രൂപമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളും അവിടെ ഇരുന്ന് ഒന്ന് പ്രാർത്ഥിച്ചു. എന്താ പറയുക, ഒരു ശാന്തമായ സ്ഥലം. എല്ലാം കൊണ്ടും ഭയങ്കര ഒരു ശാന്തതയാണ് അവിടെ ഉണ്ടായത്. കുറേ നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്നാണ് പറയുന്നത് കേട്ടെ. അവിടെ നിൽക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. നല്ല കാറ്റ്, കടൽ തീരത്തായതുകൊണ്ട് നല്ല കാറ്റുണ്ടായിനി. കുറേ സമയം അവിടെ ചിലവഴിച്ചു. ഞാൻ വെറുതെ അങ്ങോട്ട് പോയതാണ്. അപ്പോൾ എല്ലാവരും പറന്നു പോയിട്ടു. പിന്നെ നമ്മൾ നേരെ പോയത് കടൽ തീരത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വീട്ടിലേക്കാണ്. മന്നത്ത്. അതെല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ മന്നത്ത് ആരെ വീടായിരിക്കുന്നു. അതേ കിൻഖാൻ്റെ കൊട്ടാരമാണ് ഗൈസ് ഇത്. അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ. ഷാറൂഖ് ഖാൻ പുറത്ത് വരുന്നതും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു. സന്തോഷമായ പിന്നെ അവിടുന്ന് നേരെ തിരിച്ചു. ഇതും ഒരു ഹിന്ദി ആക്ട്രസിൻ്റെ വീടാണ്. പിന്നെ ഒരുപാട് നല്ല കാഴ്ചകൾ കണ്ട് നമ്മൾ നേരെ പോയത് ഹാജി അലി ദർഗയിലേക്കാണ്. നല്ല നല്ല കാഴ്ചകൾ കണ്ടു പോകുന്ന സമയത്ത്. പിന്നെ അംബാനിയുടെ വീട്, ഈ നേരെ കാണുന്നത് അംബാനിയുടെ മോളെ വീടാണ്. അങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ ഹൈദർ അലി ദർഗയിലേക്ക് പോയി. അങ്ങോട്ടേക്ക് നടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ വീഡിയോ കാണാൻ പറ്റുന്നുണ്ട്, നല്ല ആളുണ്ടായിരുന്നു. പിന്നെ നടക്കുന്ന സ്ഥലമൊന്നും അത്ര നീറ്റായിരുന്നില്ല.
അതാ കാണുന്നതാണ് ഹാജി അലി ദർഗ. അപ്പുറത്തേക്ക് എത്താൻ നല്ല പ്രയാസമുണ്ട്. എന്താ വെച്ചാൽ കടയിൽ തിരയടിക്കുന്നതുകൊണ്ട് വെള്ളം നല്ലോണം മേക്കേക്കെല്ലാം തെറിക്കുന്നുണ്ടായിനി. നല്ലോണം നനഞ്ഞിട്ട് തന്നെയാണ് വീട്ടിലേക്ക് തിരിച്ചു പോയത്. പരിസരമൊന്നും അത്ര നീറ്റായിരുന്നില്ല. അങ്ങനെ നമ്മ ഫുള്ള് നനഞ്ഞിട്ടാന്നുണ്ടായിനി. പാൻറ്റും ഷൂ എല്ലാം നനഞ്ഞിനി. അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് പോയി. പിന്നെ അതുകൂടാതെ കടയിൽ സ്ഥിതി ചെയ്യുന്ന ഏഷ്യയിലെ ഏക ദർഗയാണ് ഈ ഹാജി അലി ദർഗ. പിന്നെ വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് ഇവിടെ പ്രത്യേക പ്രാർത്ഥനകളും ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്നതെന്ന് കേട്ട്. പക്ഷെ നമ്മ ബുധനാഴ്ച പോയത് കൊണ്ടാണെങ്കിൽ പോലും നല്ല തിരക്കുണ്ടായിരുന്നു. ഒരു സൂഫി സന്യാസിയായ ഹാജി അലി ഷാ മക്കയിലേക്കുള്ള യാത്രയിൽ മരണപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ശരീരം കടലിലൊഴുക്കിയിടുകയും ഇവിടെ എത്തിച്ചു എന്നെല്ലാമാണ് ഐതിഹ്യം. പിന്നെ നമ്മൾ എവിടെയും പോകാൻ നിന്നിട്ട് എന്താ വെച്ചാൽ ഫുള്ള് നനഞ്ഞ് ഷൂവും പാൻറ്റും എല്ലാം നനഞ്ഞ് കടയിലെ വെള്ളം തെറിച്ചിട്ട്. അതുകൊണ്ട് നമ്മൾ ചോദിച്ചു നേരെ വീട്ടിലേക്ക് വിടാമെന്ന്. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് മടങ്ങി.